ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാർസൽ സീരീസിൻ്റെ തേർഡ് എപ്പിസോഡായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെ പാർസൽ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റ്സൊക്കെ കാണിച്ചായിരുന്നു. നിങ്ങളെ കാണും, കണ്ടില്ലെങ്കിൽ പോയി കണ്ടോ. പിന്നെ ഇന്ന് അപ്ഡേറ്റ്സ് ഒന്നുമില്ല, പക്ഷേ ഞാൻ ഒരു അപ്ഡേറ്റും കൊണ്ടുവന്നിരിക്കുകയാണ്. യെസ്, ഞാൻ ഇവിടെ ഒരു ബാങ്ക് ബിൽഡ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ സ്വന്തമായിട്ടുള്ള ബാങ്കല്ല, നമ്മളെല്ലാവരുടെയും ബാങ്ക്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരിക്കും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പം നമ്മൾ വർക്ക് സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ബാങ്ക് ബിൽഡ് ചെയ്യാൻ പോണത്. നമ്മൾ ആതിഷ് ഗെയിമിംഗ് ബ്രോയുടെ ബേസിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ബാങ്കിന് വേണ്ടിയുള്ള റിസോഴ്സസൊക്കെ ടെസ്റ്റിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാങ്ക് ബിൽഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഞാൻ അത് ബിൽഡ് ചെയ്യണതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ കാണിക്കും. അതെല്ലാം ഞാൻ ഒറ്റയടിക്ക് കാണിച്ചു തരില്ല, എല്ലാം കട്ട് ചെയ്ത് കാണിക്കും. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 ഗൈസ്. അങ്ങനെ 4 സൈഡിലും ചെയ്യണം ഗൈസ്, എന്നാലേ 16x16 ആവുള്ളൂ ഗൈസ്. അപ്പോൾ ഇത് മൊത്തം അകത്ത് ഫില്ല് ചെയ്യണം ഗൈസ്, എന്നാലേ നമ്മളെ പ്ലാറ്റ്ഫോം റെഡി ആവുള്ളൂ. അപ്പോൾ ഇനി അതും കൂടെ ഫില്ല് ചെയ്യട്ടെ. അയ്യോ തീർന്നു, അടുത്തെടുക്കാം. ചവറ് ആണെങ്കിൽ റിസോഴ്സസ് ഉണ്ട് ഗൈസ്, കൊണ്ടെടുക്കാം നമുക്ക്. ടോർച്ച് ഗൈസ്. പിന്നെ ഞാൻ വേറെ വല്ലതും സീരീസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, ഞാൻ തുടങ്ങി വയ്ക്കാം. ഒരു സർവൈവൽ സിംഗിൾ പ്ലെയർ സീരീസ് തുടങ്ങാൻ ഒരു ആലോചന ഉണ്ട്. തുടങ്ങാം, രാവിലെ ആയിട്ടുണ്ട്. ഇവിടെ തന്നെ വെച്ചേക്കാം. ഇനി അടുത്തത് ഗൈസ്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് വോളൊക്കെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ 1 വെച്ചിട്ടുണ്ട്. 2 3 4 5 2 3 4. അപ്പോൾ ഗൈസ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഇനി 1 2 3 4 5 1 2 3 4 5. അപ്പോൾ ഗൈസ് അതും വെച്ചിട്ടുണ്ട്. ഇനി പിന്നെയും അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഗൈസ് ഇത് ചെയ്തല്ലോ, ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യണം. അത് ഇവിടെ ഇതേപോലെ 5 5 വെച്ച് പോകണം, പക്ഷെ അത് മൊത്തം ചെയ്യണം. 3 4 5 1 2 3 4 5 1 2 3 4. അയ്യോ ഒരെണ്ണം കൂടെ വേണം. ഓക്കെ ഗൈസ്. അപ്പോൾ ഇവിടെ 3 സൈഡിലും ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ പക്ഷെ ഇതേപോലെ ഇല്ല, ഇവിടെ ചുമ്മാ ഇങ്ങനെ വെച്ച് പോയാൽ മതി ഗൈസ്. അപ്പോൾ നമ്മൾ ചുറ്റും ഇതേപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെയർ വെച്ച് കുറച്ച് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഡീറ്റെയിലിംഗ് അല്ല, ചെയ്തേക്കാം ഗൈസ്. അങ്ങനെ സ്റ്റെയറും വെച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇത്രയും ചെയ്തത്. ഇനി ബാക്കി ചെയ്യാം ഗൈസ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഗ്ലാസ് വേണം ഗൈസ്. എൻ്റെ കയ്യിൽ ഗ്ലാസ് ഇല്ല ഗൈസ്, ഞാൻ ഗ്ലാസിൻ്റെ കാര്യം മറന്ന്. എന്താ ചെയ്യാൻ, എടുക്കണം. പക്ഷേ എൻ്റെ വീട്ടിലുണ്ടല്ലോ ഈ ബാരൽ. എന്തിനാ എൻ്റെ കയ്യിലിരിക്കണം? ഞാൻ നേരത്തെ എക്സ്ട്രാ ഒരു ബാരൽ വെച്ച് ഇതിലല്ലേ. ഓക്കെ, ഇത്രയും വേണ്ട, നമുക്ക് ഇത്രയും മതിയായിരിക്കും. തകങ്ങിയില്ലെങ്കിൽ പോയി എടുക്കാം ഗൈസ്. പണി എളുപ്പം തന്നെ ഗൈസ്. ഇത്രയും തന്നെ. ഇനിയും ഇത് മൊത്തം വയ്ക്കണം ഗൈസ്. സ്റ്റെയർ വയ്ക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പ് സ്റ്റെയർ വെച്ച് തുടങ്ങാം. ഇതും മൊത്തം വയ്ക്കണം. ഗൈസ് അപ്പോൾ വെച്ച് തീർന്നിട്ടുണ്ട്. 2 ഡോറ് വെച്ച് വയ്ക്കാം, അകത്ത് തുറന്ന് വയ്ക്കാം. അപ്പോൾ സെറ്റാവും. അപ്പോൾ ഗൈസ് ഇത്രയും റെക്കോർഡ് ചെയ്ത വീഡിയോ റെക്കോർഡായിട്ടില്ലായിരുന്നു ഗൈസ്. അതെന്തോ എന്താ അറിഞ്ഞൂടാ, അത് റെക്കോർഡായിട്ടില്ല. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടാണ് പോയത്. എനിക്കൊന്നും ലാപ്ടോപ്പ് ലോഡ് കൂടിയിട്ട് വല്ലതും ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ സ്റ്റോപ്പ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ നിങ്ങളാ സ്റ്റെയർ വെച്ചിരിക്കുന്നവരെ കണ്ടു കാണുള്ളൂ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ബാങ്ക്
എക്സ്റ്റീരിയറൊക്കെ ബിൽഡ് ചെയ്ത് ഇനി ചെറിയ കുറച്ചും കൂടെ ഇൻറ്റീരിയർ ഫിനിഷ് ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് അത് റെക്കോർഡായിട്ടില്ല ഗൈസ്, സോറി, എനിക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. ബാങ്ക് 99% കംപ്ലീറ്റ് ആയി ഗൈസ്. ഇനി ആ 1% കുറച്ച് ഇൻറ്റീരിയറും മാത്രമേ ഉള്ളൂ ഗൈസ്. അത് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. എൻ്റെ ബാങ്കിൻ്റെ കംപ്ലീറ്റ് ഫിനിഷിംഗ് ഒക്കെ ഞാൻ അടുത്ത എപ്പിസോഡിൽ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡായിട്ട് വെയിറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.